നമസ്കാരം. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ഹൃദയമിടിപ്പായ നേമം മണ്ഡലം കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ട ഭൂമികളിലൊന്നാണ്. നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ താമര വിരിയുമോ എന്ന ആകാംക്ഷയിലാണ് ദേശീയ നേതൃത്വം. കേരളത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിലാണ് നേമം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെയും പിന്നീട് ഇടതു കോട്ടയായും അറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലത്തിൽ 2016 O രാജഗോപാലിലൂടെ BJP ചരിത്രം കുറിച്ചു. അന്നു മുതൽ BJPയുടെ കരുത്തുറ്റ കോട്ടയായാണ് ഈ പ്രദേശം വിലയിരുത്തപ്പെടുന്നത്. ആദ്യകാലം N ശക്തൻ ഉൾപ്പെടെയുള്ള നേതാക്കളിലൂടെ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന കാലം, പിന്നീട് V ശിവൻകുട്ടിയിലൂടെ ഇടതുപക്ഷ മുന്നേറ്റമുണ്ടായ കാലം, ഒടുവിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്. 2011 O രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തിയതോടെയാണ് മണ്ഡലത്തിൽ BJPയുടെ വളർച്ച പ്രകടമായത്. 2016 വോട്ട് വിഹിതത്തിൽ വലിയ മുന്നേറ്റം നടത്തി രാജഗോപാൽ നിയമസഭയിലെത്തിയതോടെ നേമം BJPയുടെ അഭിമാന മണ്ഡലമായി മാറി. നാളെ പെട്ടി തുറക്കുമ്പോൾ നേമത്ത് കാവിപ്പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്ന ചില പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ശക്തമായ സംഘടനാ സംവിധാനം. RSSന്റെയും BJPയുടെയും താഴെത്തട്ടിലുള്ള പ്രവർത്തനം നേമത്ത് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമാണ്. ഓരോ ബൂത്തിലും കൃത്യമായ വോട്ടുറപ്പിക്കാൻ ഇത്തവണയും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നേമത്തെ BJP നേതൃത്വം മുൻപന്തിയിലായിരുന്നു. അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള നഗരവികസന കാര്യങ്ങൾ വോട്ടായി മാറുമെന്ന് പാർട്ടി കരുതുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളെല്ലാം BJP തങ്ങളുടെ വോട്ട് വിഹിതം കൃത്യമായി നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. UDFും LDFും തമ്മിലുള്ള വോട്ട് ചോർച്ചയും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യ റൗണ്ടുകളിൽ തന്നെ നേമത്തെ ചിത്രം വ്യക്തമാകും. നഗരസഭയിലെ BJP ഭരണത്തിന് കീഴിലുള്ള വാർഡുകൾ എണ്ണുമ്പോൾ ലഭിക്കുന്ന ലീഡ് അവസാന നിമിഷം വരെ നിലനിർത്താനാകുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന നേമത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. റോഡ് വികസനം, കുടിവെള്ള പദ്ധതികൾ എന്നിവയിൽ കേന്ദ്ര സർക്കാർ നൽകിയ വലിയ പിന്തുണ BJPക്ക് അനുകൂല തരംഗമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. നേമം റെയിൽവേ ടെർമിനൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വാഗ്ദാനങ്ങളും ഇത്തവണത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥയും അത് യാഥാർത്ഥ്യമാക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ കരുത്തുറ്റ സാന്നിധ്യം നേമം മണ്ഡലങ്ങളിലെ വാർഡുകളിലാണ്. ഈ വാർഡുകളിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. തൊഴിലില്ലായ്മയും കെടുകാര്യസ്ഥതയും ചർച്ചയാക്കുന്ന യുവതലമുറ മോദി സർക്കാരിന്റെ യുവജന നയങ്ങളെ എങ്ങനെ പിന്തുണച്ചു എന്നത് നേമത്തെ ഫലത്തിൽ പ്രതിഫലിക്കും. നാളെ നേമം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ വാർത്തയും താമരയുടെ വിജയഗാഥയാകുമെന്നാണ് പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാ പ്രതിബിംബങ്ങളെയും അതിജീവിച്ച് നേമത്തിന്റെ മണ്ണ് വീണ്ടും ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്തവണ നേമം സാക്ഷ്യം വഹിച്ചത് അതിശക്തമായ ത്രികോണ മത്സരത്തിനാണ്. NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കൂടി എത്തിയതോടെ പോരാട്ടം ദേശീയ ശ്രദ്ധയാകർഷിച്ചു. V ശിവൻകുട്ടിയും KS ശബരിനാഥും നേർക്കുനേർ വന്നപ്പോൾ മത്സരം കടുക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗം വാർഡുകളിലും BJPക്കുള്ള ശക്തമായ സ്വാധീനം വോട്ടെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിന്റെ വികസന നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭരണവും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം കൂടിയായിരുന്നു. വികസിത് ഭാരത് എന്ന സ്വപ്നം നേമത്തെ വോട്ടർമാർ ഏറ്റെടുത്തു എന്നുള്ളത് നാളത്തെ ഫലത്തോടുകൂടി വ്യക്തമാകും. പതിറ്റാണ്ടുകളായി തങ്ങളെ വഞ്ചിച്ച മുന്നണികൾക്ക് ബദലായൊരു മൂന്നാം ശക്തി അവർ നെഞ്ചിലേറ്റി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ നേമത്തെ കാവിപ്പടയുടെ വിജയം സുനിശ്ചിതമാണ്. ഇത് പ്രീണന രാഷ്ട്രീയത്തിന് കേരളം നൽകുന്ന ശക്തമായ മറുപടിയാകും. 2011 കേവലം 6000 വോട്ടുകളിൽ നിന്ന് തുടങ്ങിയ BJPയുടെ വളർച്ച 2016 മണ്ഡലം പിടിച്ചെടുക്കുന്നതിലേക്ക് എത്തിയത് കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണത്തിന്റെ ഫലമായാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഈ നേമം മോഡൽ ആവർത്തിക്കപ്പെടുമെന്നാണ് BJP വിലയിരുത്തപ്പെടുന്നത്. പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ LDFും UDFും തമ്മിൽ വോട്ടുകൾ കൈമാറ്റം ചെയ്ത് BJPയെ തടയാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. എന്നാൽ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ മോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന നയം ചെലുത്തിയ സ്വാധീനം ഇത്തരം രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തകർക്കാൻ പ്രാപ്തമാണ്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ ഉയരുന്ന പ്രതിഷേധം ഇത്തവണ നിശബ്ദ തരംഗമായി മാറിയിട്ടുണ്ട്. കേന്ദ്രം വിഭാവനം ചെയ്ത അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നേമം റെയിൽവേ സ്റ്റേഷനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രക്രിയകൾ ഇതിനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. സംസ്ഥാന ഭരണകൂടത്തിന്റെ വിവേചനപരമായ സമീപനങ്ങളെ മറികടന്ന് കേന്ദ്രം നടപ്പാക്കുന്ന ഇത്തരം വലിയ പദ്ധതികൾ വോട്ടർമാരുടെ തീരുമാനത്തെ കാര്യക്ഷമമായി സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തീരദേശ മേഖലകളിലും നഗര വാർഡുകളിലും NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ച സ്വീകാര്യത വിജയമുറപ്പിക്കുന്ന ഘടകങ്ങളാണ്.
വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി വോട്ട് നേടാനുള്ള ഇടതു വലതു മുന്നണികളുടെ ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞ് രാഷ്ട്രീയാതീതമായ വികസനത്തിന് വോട്ട് ചെയ്യുന്ന ഒരു ശൈലി ഇത്തവണ നേമത്ത് പ്രകടമാണ്. നാളെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഈ നിശബ്ദ തരംഗം വോട്ടിംഗ് മെഷീനുകളിൽ പ്രതിഫലിപ്പിക്കുമെന്നും അത് ചരിത്രപരമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് വഴിമാറുമെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു. കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കപ്പുറം നേമത്തെ വോട്ടർമാർ ഇത്തവണ മുൻഗണന നൽകിയത് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന മൗലികകരമായ പ്രശ്നങ്ങൾക്കാണ്. പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ച മുന്നണികൾ തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ നേമത്തോട് കാണിച്ച അവഗണന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിലും റോഡുകളുടെ നവീകരണത്തിലും കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ വോട്ടർമാരിൽ വലിയൊരു വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നേമം ടെർമിനൽ യാഥാർത്ഥ്യമാക്കാൻ BJP നടത്തിയ നിരന്തരമായ സമ്മർദ്ദങ്ങളും സമരങ്ങളും ജനങ്ങൾ മറന്നിട്ടില്ല. സംസ്ഥാന സർക്കാർ ഈ പദ്ധതിക്ക് തുരങ്കം വെച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും BJP നേതൃത്വത്തിന് സാധിച്ചു. മാത്രമല്ല, മണ്ഡലത്തിലെ ഓരോ കുടുംബത്തിലും കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളുണ്ട് എന്നത് BJPയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് ലഭിച്ചവരും ഉജ്ജ്വല യോജനയിലൂടെ പാചകവാതക കണക്ഷൻ ലഭിച്ചവരും ഇത്തവണ നന്ദി സൂചകമായി താമരയ്ക്ക് വോട്ട് ചെയ്തു എന്നത് ആണ് പ്രാഥമിക സൂചനകൾ. മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പോലും വികസനത്തിന് രാഷ്ട്രീയം വേണ്ട എന്ന ചിന്താഗതി വളർന്നു വരുന്നത് ഇടത് വലത് മുന്നണികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. പാരമ്പര്യമായി തങ്ങളെ വോട്ട് ബാങ്കുകളായി മാത്രം കണ്ടിരുന്ന പാർട്ടികളിൽ നിന്ന് മാറി വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയ ശൈലി നിയമം സ്വീകരിച്ചു കഴിഞ്ഞു. നാളെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ എണ്ണവും ഈ മാറിയ രാഷ്ട്രീയ ബോധത്തിന്റെ സാക്ഷ്യപത്രമായിരിക്കും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നേമം മണ്ഡലത്തിന്റെ ചരിത്രമെഴുതുന്ന നിർണായക നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പ്രീണന രാഷ്ട്രീയത്തിന്റെയും വോട്ട് ബാങ്ക് തന്ത്രങ്ങളുടെയും കാലം കഴിഞ്ഞുവെന്നും വികസനത്തിന്റെയും ദേശീയതയുടെയും രാഷ്ട്രീയമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അടിവരയിരുന്ന ഒന്നായിരിക്കും നാളത്തെ ജനവിധി. പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ചവർ അവഗണിച്ച വികസന സ്വപ്നങ്ങൾ പൂവണിയാൻ താമര ചിഹ്നത്തിൽ വിശ്വസിച്ച ഒരു ജനതയുടെ പോരാട്ടമാണ് നേമത്ത് നടന്നത്. അതുകൊണ്ട് തന്നെ നാളെ വോട്ടിംഗ് യന്ത്രങ്ങൾ തുറക്കുമ്പോൾ അത് കേവലം ഒരു സ്ഥാനാർത്ഥിയുടെ വിജയമാകില്ല. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെയുള്ള നേമത്തെ വോട്ടർമാർ നൽകുന്ന ധർമ്മയുദ്ധത്തിന്റെ വിജയമായിരിക്കും. കാത്തിരിക്കാം നേമത്തിന്റെ മണ്ണിൽ ആ വിജയകാഹളം മുഴങ്ങുന്നതിനായി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.